പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ തിരുവചന ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. 57-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യം. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ഒരു ധൈര്യം, തൻ്റെ ജീവിതത്തിൽ അനേകം നമുക്കറിയാം ആപത്തുകളും അനർത്ഥങ്ങളും കണ്ട ഒരു മനുഷ്യനായിരുന്നു. അനേകം മരണക്കെണികൾ തൻ്റെ മുൻപിൽ, അനേക കടുന്തൂക്കുകൾ തൻ്റെ മുൻപിൽ, താൻ വീണു പോകാവുന്നതായ അനേക ഗർത്തങ്ങൾ തന്നെ ശത്രു പലപ്പോഴും കാണിക്കുമാറാക്കി. ജീവനോടെ പോകുവാനും അല്ലെങ്കിൽ തിരിച്ചെത്തുവാനും ഭവനത്തിലെത്തുവാനും കഴിയുകയില്ല എന്ന് താൻ ഉറപ്പിച്ചതായ പല വഴികളുണ്ട്, പല സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ താൻ ആത്മാവിൽ എഴുതുകയാണ്, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം. അപ്പോൾ ഒഴിഞ്ഞു പോകുന്ന ചില ആപത്തുകളെ കുറിച്ച് തനിക്ക് വലിയൊരു ദർശനമുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ പല ആപത്തുകളും പല അനർത്ഥങ്ങളും നാം കാണുമ്പോൾ, പല പരീക്ഷകളും നമ്മൾ കാണുമ്പോൾ, ഒരു കാര്യം നമുക്കൊരു നിശ്ചയമുണ്ടാകണം. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദാവീദ് പറയുന്നത് പോലെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്ന ആപത്തുകളാണെന്ന് വിശ്വാസത്താൽ നാം ഏറ്റെടുത്ത് അതിനോട് ചലഞ്ച് ചെയ്യുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരാപത്തിന് കണ്ടാൽ ആ ആപത്തിന് എന്ത് ആയുസ്സുണ്ട്. ഈ ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ നമ്മെ ക്ഷീണിപ്പിക്കുവാൻ, തകർക്കുവാൻ നമ്മുടെ മുൻപിൽ വന്ന് അനേകം നാടകങ്ങൾ കാണിക്കും. നമ്മെ ഭയപ്പെടുത്തുവാൻ, ക്ഷീണിപ്പിക്കുവാൻ, തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, നശിപ്പിക്കുവാൻ, ഒരിക്കലും ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് നമ്മെ എപ്പോഴും ആകുല ചിന്തകൾ നൽകിക്കൊണ്ട് നമ്മെ പലപ്പോഴും പരിഭ്രാന്തിപ്പെടുത്തുന്നതായ ചില ആപത്തുകളുണ്ട്. ഈ ആപത്തുകൾ എന്നാൽ ഒരു ദൈവപുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ആ ആപത്തുകളെ നോക്കുമ്പോൾ ആ ആപത്തുകളെ കുറിച്ച് അവന് വലിയൊരു വെളിപ്പാടുണ്ടാകും. കാരണം എന്താ അറിയാമോ, ഇത് അധിക നാളും നിൽക്കുന്ന ആപത്തല്ല. ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു കാലാവധി ഇതിനുണ്ട് എന്നവന് മനസ്സിലാവും. നോക്കൂ, കർത്താവിന്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരൂ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യം വായിക്കുമ്പോൾ, കർത്താവ് താനും സ്നാനമേറ്റിട്ട് വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ ഒരു വലിയ ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതായ ഒരു ശബ്ദം ഉണ്ടായി. വളരെ സന്തോഷം. ദൈവം അംഗീകരിച്ച ഒരു ദൈവപുത്രനെന്ന് ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം അടുത്ത നിമിഷം ദൈവത്തിന്റെ ആത്മാവ് കർത്താവിനെ കൊണ്ടുപോകുന്നത് മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയിൽ ആരാണ് കൂട്ടുകാർ? 13-ാം വാക്യത്തിൽ വായിക്കുന്നു, അവിടെ അവൻ 40 ദിവസം കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും അവിടെ അവനെ ശുശ്രൂഷിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ഒരു നിശ്ചയമുണ്ടായിരുന്നു. ഈ ആപത്ത്, അനർത്ഥം, ഈ മരുഭൂമി എല്ലാ കാലത്തും നിലനിൽക്കുകയില്ല. ദൈവം തന്നെ നിയോഗിച്ചയച്ചതായ ചില ശുശ്രൂഷകൾക്ക് തടസ്സമാകില്ല. അതിനൊരു സമയമുണ്ട്, അതിനൊരു കഴിവുണ്ട്. ആ പരീക്ഷാ കാലത്തിന് ഒരു ദൈർഘ്യമുണ്ട്. ആ ദൈർഘ്യത്തിന് ശേഷം അത് തന്നെ ഒഴിഞ്ഞു പോകും. നോക്കൂ, ദാവീദ് വിരൽ ചൂണ്ടിക്കാണിക്കുകയാണ്, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ചില ആപത്തുകളുടെ ദൈർഘ്യത്തെ ഇത്ര ദിവസം കഴിഞ്ഞ് ഈ ആപത്തിന് ശക്തി ഉണ്ടാകില്ല. ചില വായു കുമിളകൾ അല്ലെങ്കിൽ വെള്ളത്തിൽ ഉള്ളതായ കുമിളകൾ പോലെ ചില നിമിഷങ്ങൾ, ഇത്ര നിമിഷങ്ങൾ കഴിഞ്ഞ് ഈ ആപത്തുകൾക്ക് ശക്തി ഉണ്ടാകുകയില്ല. ഇത് സ്വയം നശിക്കുന്ന ആപത്തുകളാണ്, എനിക്ക് ഛേദം വരുത്താതെ തനിയെ ഒഴിഞ്ഞു പോകുന്ന ആപത്തുകളാണെന്ന് ദാവീദ് സ്വയം ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ അത് കണ്ടു. അങ്ങനെയാണ് അവൻ പറയുന്നത്, ഈ ആപത്ത് ഒഴിഞ്ഞു പോകുവോളം എനിക്ക് ദൈവം തന്നിരിക്കുന്നതായ ഒരു ഉത്തരവാദിത്വം, ആ ആപത്തുകളോട് മല്ലടിക്കുവാൻ ഞാൻ പോവുകയല്ല. അത് തനിയെ ഒഴിഞ്ഞു പോകുവോളം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കും. ചില ആപത്തുകളെ നോക്കി നാമും ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. ചില ആപത്തുകളെയും ചില പരീക്ഷകളെയും നേരിട്ട് ഹെഡ് ചെയ്യുവാൻ പോകരുത്. കാരണം ദൈവം അതിന് കൊടുത്തിരിക്കുന്നതായ ചില ആയുസ്സും ചില ആരോഗ്യവും കാണുമായിരിക്കാം. അതെന്തും നമ്മുടെ മുൻപിൽ പ്രകടനം നടത്തിക്കൊള്ളട്ടെ. അത്
ദൈവത്തിന്റെ ചെറിയൻ കീഴിൽ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിനക്കൊരു കേടും വരുത്താതെ അത് തനിയെ മാറിപ്പോകും, അത് തനിയെ ഒഴിഞ്ഞു പോകും. അതിനായുസ് എല്ലാ കാലത്തും നിന്റെ മുൻപിൽ നിന്ന് നിന്നെ ഭയപ്പെടുത്തുവാൻ കഴിയുകയില്ല, നിന്നെ അധൈര്യപ്പെടുത്തുവാൻ കഴിയുകയില്ല, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് ആരും ഓടിക്കാതെ ആ ദുഷ്ടൻ നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ നാം അതിനോട് മല്ലടിക്കാൻ പോയാൽ അത് വീണ്ടും ശക്തി പ്രാപിക്കും, അത് ബലം പ്രാപിക്കും. ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ അവന് തൊടുവാൻ സാധിക്കുകയില്ല എന്ന് കണ്ടുകൊണ്ട് അത് നിന്റെ മുൻപിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഈ അടുത്ത വാക്യത്തിൽ രണ്ടാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നോക്കൂ, കർത്താവ് മരുഭൂമിയിലേക്ക് പോയപ്പോൾ കർത്താവിന് ഒരു ബോധ്യമുണ്ടായിരുന്നു. ഈ കാട്ടുമൃഗങ്ങളൊക്കെയും അവരുടെ ശക്തി പ്രകടമാക്കുന്നതിന് ഇത്ര ദിവസത്തെ കഴിവേ ഉള്ളൂ. എന്നാൽ ഇതിനോടകം എന്നെ പരിരക്ഷിക്കുവാൻ ദൈവം ചില ക്രമീകരണങ്ങൾ, ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ദൂതന്മാർ അവിടെ കടന്നു വന്നത്. തന്നെ ശുശ്രൂഷിക്കുവാൻ ദൂതന്മാർ വന്നു. അവിടെ ശിഷ്യന്മാരില്ല, തന്നോട് സഹായികൾ ആരുമില്ല, വെള്ളമില്ല, ആഹാരമില്ല, ഒന്നുമില്ല. എങ്കിലും ദൂതന്മാരുടെ സംരക്ഷണം തനിക്ക് ചുറ്റും നിന്നുകൊണ്ട് കാവലേർപ്പെടുത്തി ദുഷ്ടമൃഗങ്ങൾ തന്നെ തൊടാതിരിക്കുവാൻ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ ശുശ്രൂഷിക്കുവാൻ ദൈവം ദൂതന്മാരെ അയക്കും. കാരണം നിന്റെ മുൻപിലുള്ളതായ ആപത്തിന് ചില സമയപരിധി കൊടുത്തുകൊണ്ട് നിന്റെ മുൻപിൽ നിന്നെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ നിന്നെ ചോദ്യം ചെയ്യുന്നതായ ചില വിഷയങ്ങൾക്ക് എന്നും ആയുസില്ല എന്ന് ആത്മാവ് നിന്നോട് സംസാരിക്കും. അപ്പോൾ ആ സംസാരത്തെ മനസ്സിലാക്കുവാൻ ഒരു വലിയ ദർശനം നിനക്ക് ലഭിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കുന്നവനായിത്തീരും. നിന്റെ കുടുംബ കാര്യങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ, ആത്മീകമായ വിഷയങ്ങളിൽ, ഭൗമികമായ വിഷയങ്ങളിൽ, നിന്നെ അലട്ടുന്നതായ കാര്യങ്ങളിൽ, ഏത് ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിന്റെ ആ പശ്ചാത്തലത്തിലൊക്കെയും പലപ്പോഴും നിന്നെ അലട്ടി ഓടിക്കുവാൻ ചിലപ്പോൾ ചില ശക്തികൾ നിനക്കെതിരായി ചിലപ്പോൾ പ്രവർത്തിച്ചെന്നിരിക്കും. നോക്കൂ, ചില മൃഗങ്ങൾ അല്ലെങ്കിൽ ചില ജീവികളൊക്കെയും അതിൻ്റെ ഇരയെ തേടി അല്ലെങ്കിൽ ചെല്ലുന്നത്. നോക്കൂ, ഒരു കുറുക്കൻ കോഴിയെ പിടിക്കാൻ നോക്കിയാൽ തീർച്ചയായിട്ടും ആ കുറുക്കൻ ഒരു മരത്തിന്റെ മേളിൽ ഇരിക്കുന്നതായ ഒരു കോഴിയെ പിടിക്കണമെങ്കിൽ മരത്തിന്റെ മുകളിൽ കയറുവാൻ ആ കുറുക്കന് കഴിയില്ല. പക്ഷെങ്കിൽ താഴെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാമോ, അത് കണ്ണുരുട്ടി കാണിക്കും. അത് ഇരുട്ട വെളിച്ചത്തിൽ അതിന്റെ കണ്ണിനൊരു പ്രകാശമുണ്ട്. കോഴി ഇത് കാണുമ്പോൾ ഭയന്ന്, അത് മരത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത്, ഈ കുറുക്കൻ അതിന്റെ മേളിൽ കയറുവാൻ കഴിയില്ല എന്നുള്ളതായ ഒരു കാര്യം കോഴി അങ്ങ് മറന്നു കളഞ്ഞു ഭയന്ന് അതിന്റെ കണ്ണിന്റെ തിളക്കം കണ്ടുകൊണ്ട് അറിയാമോ ആ മരത്തെ നെടുത്ത് ചാടി അങ്ങനെ അത് ആപത്തിൽ പെടുന്നതിനിടയായിത്തീരും. എന്നാൽ ഈ കഴിവിനെക്കുറിച്ച്, ശത്രുവിന്റെ കഴിവിനെക്കുറിച്ച് ഒരു ധാരണയുള്ളവൻ, ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ, ഒരു പ്രകാശം ഉദിക്കുമ്പോൾ ഈ മൃഗങ്ങളൊക്കെയും ഓടിപ്പോകും, അത് എക്കാലവും അതിന് മുൻപിൽ നിൽക്കയില്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ എൻ്റെ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കും. അനർത്ഥങ്ങൾ പലതും നമ്മെ അധൈര്യപ്പെടുത്തുവാൻ നമ്മുടെ പിന്നാലെ കൂടും. പല കാര്യങ്ങൾ, പല വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ പിന്നാലെ കൂടും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആരും ഓടിക്കാതെ ശത്രു നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. അവൻ എക്കാലവും നിന്റെ മുൻപിൽ നിന്ന് നിന്നോട് ശത്രുത പ്രവർത്തിച്ച് നിന്നെ നശിപ്പിക്കാൻ നോക്കുവാൻ അധികാരമില്ല. നീ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്ന ഒരു സ്വഭാവം, ഒരു ആത്മനിയോഗം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നിന്റെ മുൻപിൽ നിൽക്കുകയില്ല. ഭയപ്പെടുത്തും, നിന്നെ വളരെ അധികം നിന്നെ ചിന്താകുലനാക്കിക്കൊണ്ട് ഏത് സമയവും ചാടിയില്ല എങ്കിൽ അല്ലെങ്കിൽ അകപ്പെട്ടു പോകുമെന്നുള്ളതായ ഒരു ചിന്തയുണ്ടാകും. ഭാരപ്പെടരുത്, അധൈര്യപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്ന ഒരു പരിചയം, ഒരു ആശ്വാസ കേന്ദ്രം നിനക്കുണ്ടെങ്കിൽ, ഒരു ദിവസവും നീ അങ്ങനെയൊന്ന് അഭ്യസിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ശത്രു തനിയെ തോറ്റ് നിന്റെ മുൻപിൽ നിന്ന് ഓടുന്ന കാഴ്ച നിനക്ക് കാണുവാൻ കഴിയും. നിന്റെ കുടുംബ ജീവിതത്തിലും സകല പാതകളിലും ആത്മീക ജീവിതത്തിലൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം ഒരു ചിറകെന്ന പോലെ നിന്നെ ആശ്വസിപ്പിക്കുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകും. ഗോഡ് ബ്ലെസ് യു.